നമുക്കിന്ന് L&Tയുടെ എംപവർ എന്ന് പറയുന്ന ഒരു GSM സ്റ്റാർട്ടർ മേടിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് പിടിപ്പിക്കുന്നതെന്നും അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. ഇതാണ് ഞാൻ മേടിച്ച പുതിയ GSM സ്റ്റാർട്ടർ. L&Tയുടെ ആണ്. എംപവർ എന്നാണ് അറിയപ്പെടുന്നത്. ഏകദേശം 4500 രൂപ അടുത്തായി. അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ ഒരു മൊഡ്യൂളുണ്ട്, പിന്നെ കണക്ഷൻ കൊടുക്കാനുള്ള വയറ്, പിന്നെ ഒരു ആൻറ്റിന കേബിൾ, പിന്നെ ഇതിന് സിം ഇടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ IMEI നമ്പർ തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൻ്റെ കൂട്ടത്തിലുള്ളത്. മെയിനായിട്ട് നമുക്ക് കണക്ഷൻ കൊടുക്കാനുള്ള ഈ മൊഡ്യൂളും കൺട്രോൾ കണക്ഷൻ കൊടുക്കാൻ ഉപയോഗിക്കുന്ന വയറുകളും പിന്നെ ഇതിനൊരു ആൻറ്റിനയുമാണ് ഇതിൻ്റെ കൂട്ടത്തിൽ വന്നിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് GSM സിം ഇൻസേർട്ട് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ കണക്ഷൻ ഡയഗ്രാം വരുന്നത്. SPPയും കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. SPP വഴിയുള്ള കണക്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിന് മൊത്തം 10 വയർ കണക്ഷനുകളാണുള്ളത്. 10 കണക്ഷനാണ് ഇതിന് കൊടുക്കേണ്ടത്. അതിൽ ആദ്യത്തെ 3 ഫേസിലും സിംഗിൾ ഫേസിലും നമുക്ക് ഉപയോഗിക്കാം. ആദ്യത്തെ 3 ഇതാണ് അതിൻ്റെ കണക്ഷൻ ഡയഗ്രാം. ആദ്യമേ മൊഡ്യൂൾ സൈഡിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് നോക്കാം. മൊഡ്യൂൾ സൈഡിൽ ഇത് കളർ കോഡും കൊടുത്തിട്ടുണ്ട്, അതുകൂടാതെ ഫെറോൾ നമ്പറും ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് കണക്ട് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആദ്യമേ അതിൻ്റെ ടോപ്പിൽ മൊഡ്യൂളിൻ്റെ മുകളിൽ RYB എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് തന്നിരിക്കുന്ന വയറിനകത്തും RYB ഉണ്ട്. അതേപോലെ തന്നെ RYB കണക്ട് ചെയ്യുക. അതിനുശേഷം ഒരു ബ്രൗൺ വയറിൽ കോമൺ എന്ന് എഴുതിയിട്ടുണ്ട്. ആ കോമൺ എന്ന് എഴുതിയ വയറും കോമണിൽ കണക്ട് ചെയ്യുക. പിന്നെ I1 I2 എന്ന് പറഞ്ഞ 2 വയറുകളുണ്ട്. അത് ഇതിൻ്റെ ഇൻപുട്ടുകളാണ്. ഇൻപുട്ട് 1, ഇൻപുട്ട് 2 ആണ്. ഈ 2 വയറുകളും I1 I2 എന്ന് തന്നെ കേബിളിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് അവിടെയും കണക്ട് ചെയ്യുക. അതിനുശേഷം ബോട്ടം സൈഡിൽ 2 കേബിളുകളുണ്ട്. ഒന്ന് 15, 16. അത് 2 വൈറ്റ് വയറുകളാണ്. അത് രണ്ടും 15ഉം 16ലും കൊടുക്കുക. അതായത് NC1 NC2 എന്ന് പറഞ്ഞ വയറുകൾ. പിന്നെയുള്ളത് 25ഉം 28ഉമാണ്. അത് പുഷ് ബട്ടണിന് വേണ്ടിയുള്ള കമാൻഡ് കൺട്രോൾ വയറുകളാണ്. അത് 2 ബ്ലാക്ക് വയറുകളാണ്. അത് 25ഉം 28ഉം മൊഡ്യൂളിൽ കണക്ട് ചെയ്യുക. ഇത്രയും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൊഡ്യൂൾ ഭാഗത്തെ കണക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റാർട്ടർ ഭാഗത്ത് എങ്ങനെയാണ് കണക്ഷൻ കൊടുക്കുന്നത് എന്ന് നോക്കാം. ഇതാണ് ഒരു DL സ്റ്റാർട്ടറാണ്. ഈ സ്റ്റാർട്ടറിൻ്റെ ഏറ്റവും ടോപ്പ് സൈഡിലാണ് ഇതിൻ്റെ ഇൻകമ്മിങ് വരുന്നത്. ആ ഇൻകമ്മിങ്ങിൽ തന്നെ RYBയിൽ തന്നെയാണ് ഈ മൊഡ്യൂളിൻ്റെ RYB കണക്ട് ചെയ്യേണ്ടത്. അതായത് ഇൻകമ്മിങ് വരുന്ന കേബിളിൽ തന്നെയാണ് ഇതിൻ്റെ RYB എന്ന് പറഞ്ഞ 3 വയറുകളും കണക്ട് ചെയ്യുന്നത്. അതായത് ഓപ്പോസിറ്റ് സൈഡിൽ മൊഡ്യൂളിൽ കണക്ട് ചെയ്ത RYB ഈ സ്റ്റാർട്ടറിൻ്റെ ടോപ്പിൽ ഈ കാണുന്ന 3 ടെർമിനലിലാണ് കണക്ട് ചെയ്യേണ്ടത്. അടുത്തത് 25, 28 എന്ന് പറഞ്ഞ ടെർമിനലുകളുടെ ഓപ്പോസിറ്റ് സൈഡിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് NO1, NO2 എന്ന് പറഞ്ഞാണ്. ഈ NO1ഉം NO2ഉം ഇതിനകത്ത് ബ്ലാക്ക് വയറാണ്. ആ ബ്ലാക്ക് വയറുകൾ രണ്ടും ഇപ്പോൾ റെഡ് ആരോ മാർക്കിംഗ് കാണിച്ചിരിക്കുന്ന പോയിന്റുകളിലാണ് കൊടുക്കേണ്ടത്. അതായത് 93, 94 എന്ന് പറഞ്ഞ ടെർമിനലാണ് സ്റ്റാർട്ടറിനകത്തത്. അതിലാണ് നമ്മുടെ ഈ 2 ബ്ലാക്ക് വയറുകളും കൊടുക്കേണ്ടത്. അത് ഓൺ കമാൻഡിന് വേണ്ടിയുള്ള സിഗ്നലാണ്. അടുത്ത് നമുക്ക് കണക്ട് ചെയ്യാനുള്ളത് ഓഫ് സ്വിച്ചിന് വേണ്ടിയുള്ള കണക്ഷനാണ്. ഓഫ് സ്വിച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഓഫ് സ്വിച്ചിന് സീരീസ് ആയിട്ടാണ് ഇത് കണക്ട് ചെയ്യേണ്ടത്. അതായത് ഇത് കണക്ട് ചെയ്യുന്നതിനേക്കാൾ മുന്നേ ആദ്യമായി 96ൽ നിന്നും കോയിലിലേക്കുള്ള കണക്ഷൻ റിമൂവ് ചെയ്യണം. അതിനുശേഷം 96ലേക്ക് ഈ NC1 എന്ന് പറഞ്ഞ വയർ കണക്ട് ചെയ്യുകയും NC2 എന്ന് പറയുന്ന വൈറ്റ് വയർ കോയിലിലേക്കുമാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പം ആ വയർ ഡിസ്കണക്ട് ചെയ്തിട്ട് ശേഷം മാത്രമേ ഈ 2 വൈറ്റ് വയറുകളാണ്. ഈ 2 വൈറ്റ് വയറുകൾ 96ലേക്കും കോയിലിലേക്കുമാണ് കണക്ട് ചെയ്യേണ്ടത്. എന്നാൽ ഇത് മറ്റേ വയർ റിമൂവ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് ഓഫ് സ്വിച്ചിന് സീരീസായി വരികയുള്ളൂ. ഇപ്പോൾ നമ്മൾ 7 വയറുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. 3 വയറുകൾ സ്റ്റാർട്ടറിൻ്റെ ടോപ്പിൽ RYBയിലും പിന്നെ ഓൺ പുഷ് ബട്ടണിന് വേണ്ടി 93, 94ലും, അതായത് 25, 28 എന്ന് പറഞ്ഞ വയറുകളും, പിന്നെ ഓഫ് സ്വിച്ചിന് സീരീസ് ആയിട്ട് 15, 16 എന്ന വയറുകൾ NC1, NC2 കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം 3, 2, 5, 2, 7 വയറുകൾ നമ്മൾ കണക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 3 വയറുകൾ കൂടി കണക്ട് ചെയ്യാനുണ്ട്. അതിലൊരു വയർ അതിൻ്റെ കോമൺ സപ്ലൈക്ക് വേണ്ടിയാണ്. അതൊരു ബ്രൗൺ കളർ വയറാണ്. അത് നമ്മുടെ R ഫേസിൽ തന്നെ ടോപ്പിലാണ് കണക്ട് ചെയ്യേണ്ടത്. പിന്നെ ഇതിൻ്റെ ഒരു ഇൻപുട്ട് കമൻറ്റ് കിട്ടാൻ വേണ്ടി സ്റ്റാർട്ടറായ ഓണായോ ഓഫായോ എന്ന കമൻറ്റ് കിട്ടാൻ വേണ്ടി ഇതിൻ്റെ I1
എന്ന് പറഞ്ഞ വയർ, അതായത് ഒരു ഗ്രീൻ കളർ വയറാണ്. ആ ഗ്രീൻ കളർ വയർ നമ്മൾ ആദ്യമേ NC2 എന്ന് പറഞ്ഞ വൈറ്റ് വയർ കണക്ട് ചെയ്ത കോയിലിലേക്കാണ് ഈ ഗ്രീൻ വയർ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ കോയിലിൽ 2 വയർ വരും. NC2 എന്ന് പറഞ്ഞ വൈറ്റ് വയറും ഗ്രീൻ കളറുള്ള I2 എന്ന് പറഞ്ഞ വയറും കോയിലിൻ്റെ ടെർമിനലിലേക്കാണ് വരുന്നത്. അതുകൂടാതെ ഗ്രേ വയർ ആർ ഫേസിൽ തന്നെയാണ് ഗ്രേ വയറും വരുന്നത്. അപ്പം ഈ മൊഡ്യൂളിൻ്റെ 2 വയറുകൾ ആർ ഫേസിലും 2 വയറുകൾ കോയിലിൻ്റെ ടെർമിനലിലും വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ മൊഡ്യൂളിൻ്റെയും സ്റ്റാർട്ടറിൻ്റെയും മൊത്തം വയറുകൾ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മൊഡ്യൂൾ സൈഡിൽ കണക്ട് ചെയ്ത വയറുകൾ നമ്മൾ ആദ്യം കാണിച്ചു. അതിനിപ്പം നമ്മൾ സ്റ്റാർട്ടർ സൈഡിൽ കണക്ട് ചെയ്ത വയറുകളും കാണിച്ചു. ഇപ്പം മൊത്തം വയറുകളും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി പവർ ഓൺ ഇനി മൊഡ്യൂളിനകത്ത് സിം ഇൻസേർട്ട് ചെയ്ത ശേഷം അതിൻ്റെ ആൻറ്റിനയ്ക്കൊരു കേബിളുണ്ട്, അതും കണക്ട് ചെയ്ത ശേഷം നമുക്ക് പവർ ഓൺ ചെയ്ത് നോക്കാം. പവർ ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് 4 LED ഇൻഡിക്കേറ്ററുകളാണ് ഉള്ളത്. ഒന്ന് ആദ്യത്തേത് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു ഗ്രീൻ കളർ LED, അത് പവർ ഓൺ ചെയ്യുമ്പോൾ വർക്ക് ചെയ്യാനുള്ളതാണ്. പവർ സോഴ്സ് അവിടെ കിട്ടി എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയാണ് ആദ്യത്തെ LED. തൊട്ടടുത്തിരിക്കുന്ന LED നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സിമ്മുമായിട്ട് കിട്ടിയോ ഇല്ലയെന്ന് ഉള്ളതാണ്. ആ LED സിഗ്നൽ കാണിക്കാൻ വേണ്ടിയാണ് രണ്ടാമത്തെ LED. അതുകൂടാതെ റൈറ്റ് സൈഡിൽ സിമ്മിൻ്റെ തൊട്ട് മുകളിലായി ഒരു ഗ്രീൻ LED ഉണ്ട്. അത് നല്ല സ്പീഡിൽ ബ്ലിങ്ക് ആവുകയാണെങ്കിൽ നെറ്റ്വർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ ഓൺ ചെയ്ത് 1-2 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ മാത്രമേ അതിൻ്റെ നെറ്റ്വർക്ക് കിട്ടുകയുള്ളൂ. അങ്ങനെ കിട്ടുമ്പോൾ അതിൻ്റെ ബ്ലിങ്കിങ് സ്പീഡ് ഒരു 3 സെക്കൻഡിൽ ഒരു പ്രാവശ്യം വെച്ച് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാകുമ്പോൾ നെറ്റ്വർക്ക് കിട്ടി എന്ന് മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെ നെറ്റ്വർക്ക് കിട്ടിയാൽ പിന്നെ നമുക്ക് ചെയ്യേണ്ട അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ റെഡ് കളറിലെ ഒരു ബട്ടണുണ്ട്, അതാണ് അതിൻ്റെ കോൺഫിഗറേഷൻ കീ. നമ്മളൊരു ടെസ്റ്ററോ എന്തെങ്കിലും ഉപയോഗിച്ച് ആ റെഡ് ബട്ടണിൽ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. അങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് ഒരു റെഡ് LED ഉണ്ട്. ആ LED ബ്രൈറ്റ് ആകും. ആ LED കത്തിയാൽ കോൺഫിഗറേഷന് വേണ്ടി ഡിവൈസ് റെഡിയായി എന്നുള്ളതാണ്. ആ റെഡ് LED കത്തുമ്പോൾ തന്നെ നമ്മൾ ഏത് മൊബൈൽ നമ്പറാണോ മാസ്റ്റർ ഫോണായിട്ട് ഉദ്ദേശിക്കുന്നത് ആ മൊബൈൽ നമ്പറിൽ നിന്നും ഇതിലിട്ട സിം കാർഡുള്ള മൊബൈൽ നമ്പറിലേക്ക് കോൾ ചെയ്യുക. അങ്ങനെ കോൾ ചെയ്ത് 1-2 കോൾ ചെയ്തതിന് ശേഷം കോൾ തന്നെ ഡിസ്കണക്ട് ആകും, ഇല്ലെങ്കിൽ കട്ടാക്കി വയ്ക്കുക. അങ്ങനെ ആയി കഴിയുമ്പോൾ ഈ ഡിവൈസും ആ മൊഡ്യൂൾ തമ്മിൽ ഇപ്പോൾ കോൺഫിഗർ ആയിട്ടുണ്ട്. അപ്പോൾ ആ റെഡ് LED പോവുകയും ചെയ്യും. അതിനുശേഷം നമ്മൾ രണ്ടാമത് കോൾ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇംഗ്ലീഷ്, ഹിന്ദിയോ തമിഴോ തെലുങ്കോ ഏത് വേണേലും നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്ത് പിന്നെയുള്ള പ്രോസസ്സിൽ ഉപയോഗിക്കാവുന്നതാണ്. ലാംഗ്വേജ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് മൊബൈൽ പമ്പ് ഓണും ഓഫും ചെയ്യാനുള്ള കമൻറ്റുകളാണ് വരുന്നത്. ഒന്നാമത്തെ കമൻറ്റ് ഫസ്റ്റ് കമൻറ്റ് അതായത് കോൾ ചെയ്തതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് പാഡ് ഓണാക്കി വെക്കുക. ഒന്നാമത്തെ നമ്പർ അടിക്കുകയാണെങ്കിൽ മാനുവലായിട്ട് പമ്പ് ഓണാകാനുള്ളതാണ്. മാനുവലായിട്ട് പമ്പ് ഓണാകുക എന്ന് വെച്ചാൽ കറണ്ട് ഓണായിരിക്കുന്ന സമയത്ത് കറണ്ട് പോവുകയാണെങ്കിൽ തിരിച്ച് കറണ്ട് വന്നാൽ ഓണാകത്തില്ല, പമ്പ് കട്ട് ഓഫ് ആയി പോകും. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓട്ടോയാണ്. ഓട്ടോയിൽ നമ്മൾ പമ്പ് ഓൺ ചെയ്തിരിക്കുകയാണെങ്കിൽ കറണ്ട് പോയിട്ട് വരികയാണെങ്കിൽ വീണ്ടും ആ പമ്പ് ഓട്ടോയിൽ എടുത്തോളും. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സ്വിച്ച് ഓഫ് ആണ്. നമുക്ക് ഓട്ടോയിലാണെങ്കിലും മാനുവലാണെങ്കിലും മൂന്നാമത്തെ നമ്പർ അടിക്കുകയാണെങ്കിൽ പമ്പ് സ്വിച്ച് ഓഫ് ആവും. നമ്മൾ ഒരു പ്രാവശ്യം ഇത് വർക്കായി കഴിഞ്ഞിട്ട് മൊബൈൽ ലൈവായിട്ട് വെക്കേണ്ട ആവശ്യമില്ല. കോൾ ഡിസ്കണക്റ്റായി നമുക്ക് വേറെ ആവശ്യങ്ങൾക്കും ഈ മൊബൈൽ ഉപയോഗിക്കാവുന്നതാണ്. ഓണായ പമ്പ് നമുക്ക് ഓഫാക്കണമെങ്കിൽ വീണ്ടും ഈ നമ്പറിലേക്ക്, ഈ ഡിവൈസിലുള്ള സിം കാർഡ് ഇട്ടേക്കുന്ന നമ്പറിലേക്ക് നമ്മൾ കോൾ ചെയ്യുകയാണെങ്കിൽ പമ്പിൻ്റെ അപ്പോഴത്തെ സ്റ്റാറ്റസ് അറിയാനും സാധിക്കും. അതുകൂടാതെ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സാധിക്കും. നമ്മൾ ഓരോ ചെയ്യുന്ന മെസ്സേജുകൾക്ക് നമ്മുടെ മൊബൈലിലേക്ക് മെസ്സേജ് വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ മൊബൈൽ അതുകൂടാതെ നമ്മുടെ കറണ്ട് സപ്ലൈ പോവുകയാണെങ്കിൽ പവർ പോയ കാര്യത്തിന് നമ്മുടെ മൊബൈലിലേക്ക് SMS ആയി മെസ്സേജ് വന്നുകൊണ്ടേയിരിക്കും. ഓരോ പ്രാവശ്യം ഓൺ ചെയ്യുമ്പോഴും ഓഫ് ചെയ്യുമ്പോഴും ഈ മെസ്സേജ് നമ്മുടെ മൊബൈലിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇൻകമിങ്ങും SMS സപ്പോർട്ടുമുള്ള ഒരു സിം കാർഡായിരിക്കും അതിൽ ഇൻസേർട്ട് ചെയ്യേണ്ടത്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.